രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ അരിയൊക്കെ അരച്ച് വെച്ച് ആ മിക്സി കഴുകിയ വെള്ളം ഞാനൊരു പാത്രത്തിൽ വെച്ചായിരുന്നു. അതിൻ്റെ ഇപ്പം തെളിയൊക്കെ ഊറ്റി കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ട് ഉപ്പോടിട്ടിട്ട് മാവൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചമ്മന്തിയൊക്കെ ഒന്ന് അരച്ച് വെച്ചായിരുന്നു. ഇച്ചിരി നമ്മുടെ പൊട്ട് കടലയൊക്കെ അരച്ചതാണ്, അതുകൊണ്ട് ഇത്തിരി കൊഴുപ്പ് കിട്ടും. അപ്പോൾ ചമ്മന്തിക്ക് കടുക് വറുത്ത് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇനിയും ദോശ ചുട്ടെടുക്കട്ടെ. അപ്പം ദോശ കട്ടി കുറഞ്ഞതും കട്ടി നോർമലായിട്ടുള്ളതും ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചായ എല്ലാവർക്കും കൊടുത്തായിരുന്നു, ഞാൻ കുടിച്ചില്ലായിരുന്നു. ഇപ്പോൾ എനിക്കൂടെ ചായ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എടുത്തു, ദോശയും ചമ്മന്തിയും കൂടെ. അതിനുശേഷം പിന്നെ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാറിൻ്റെ കഥ നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് ബോറായി കാണും. ഇവിടുത്തെ സാമ്പാർ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് കലങ്ങി വരുന്ന സാമ്പാറാണ്. അപ്പോൾ ഞാൻ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. തോമരയും കഴുകി ഇട്ടും പൊടികളെല്ലാം ചേർത്ത് സാമ്പാറൊന്ന് വേവിക്കാൻ വെക്കട്ടെ. ഈ കൊച്ചുങ്ങളെ പ്രതിയാണ് ഞാനിങ്ങനെ സാമ്പാർ ഇങ്ങനെ ഇത്രയും കഷ്ണങ്ങളങ്ങ് വേവിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എന്നും സാമ്പാറിൻ്റെ അകത്ത് വെണ്ടയ്ക്ക ഞാൻ ഡയറക്റ്റ് അങ്ങ് ഇടുക. ഇങ്ങനെ ഞാൻ സെപ്പറേറ്റ് വറക്കാറില്ല, വഴറ്റി ചേർക്കാറില്ല. പക്ഷേ ഇങ്ങനെ ചെയ്തത് ഇവിടുത്തെ മൂത്ത ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മറ്റേതാകുമ്പോൾ കുക്കറിൽ കിടന്നങ്ങ് വെന്തങ്ങ് അലഞ്ഞു പോയി. അവൻ പറയുന്നത്, മമ്മി സാമ്പാറിന് ഇതുവരെയും വെണ്ടയ്ക്ക ഇട്ടിട്ടില്ല, ഇന്നാ വെണ്ടയ്ക്ക ഇട്ടേന്ന്. ഞാൻ പറഞ്ഞ അല്ലടാ, ഞാൻ അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് വെന്തങ്ങ് പോകുമായിരുന്നു. ഇങ്ങനെ നമ്മൾ വഴറ്റി ചേർക്കുമ്പം അതങ്ങനെ അതുപോലെ കിടക്കുമല്ലേ. അത് ഇങ്ങനെ ചെയ്ത് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതൊന്നും വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു, പിന്നെ അരിയും കൂടെ കഴുകിയിടട്ടെ. അപ്പം വെണ്ടയ്ക്ക ഞാനിവിടെ ഇങ്ങനെ ചെറിയ തീയിൽ ഇട്ടേക്കുമായിരുന്നു. അപ്പോഴത്തേക്കിന് നമ്മുടെ സാമ്പാറിൻ്റെ ഇതൊക്കെ ഒന്ന് വിസിൽ വന്നായിരുന്നു. ഞാൻ ഓഫാക്കിയിട്ട് ഇപ്പം അതൊന്ന് തുറന്ന് അതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നവർക്കാണെങ്കിൽ കഷ്ണങ്ങൾ അതുപോലെ കിടക്കാം. ഈ കഷ്ണങ്ങളെടുത്ത് മാറ്റുന്നവർക്കാവുമ്പോഴാണ് നമ്മളിങ്ങനെ കൂടുതൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടികളൂടെ മൂപ്പിച്ച് ചേർത്തിട്ടുണ്ട്. പുളിയും പുളിവെള്ളവും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്തിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലിയിലയൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് അത് തിളച്ച് വന്നപ്പം പിന്നെ ഇനി കടുകൂടെ വറുത്ത് ചേർത്താൽ മതി. കടുക് വറുക്കുമ്പോഴാണ് ഞാൻ കായപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.